ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ ഭാര്യയും വ്ലോഗറുമായ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തൻവി സുധീർ ഘോഷ് 6 വർഷത്തെ കനേഡിയൻ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നതും അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ വിശദീകരണ വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അപ്പൂപ്പന്റെ മരണത്തോടെ അമ്മൂമ്മ ഒറ്റപ്പെട്ടുവെന്നും വിഷാദത്തിലേക്ക് വരെ പോയി എന്നും അറിഞ്ഞതുകൊണ്ടാണ് താൻ നാട്ടിലേക്ക് വന്നത് എന്നാണ് തൻവി പറഞ്ഞത്. അച്ഛന്റെ മരണശേഷം സിന്ധുവിന്റെ ബ്ലോഗിലൊന്നും അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. തൻവിയുടെ ബ്ലോഗുകളിലൂടെയാണ് അമ്മൂമ്മയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞിരുന്നത്. കാനഡയിൽ നിന്നും തിരിച്ചു നാട്ടിലേക്ക് വരാൻ കാരണം അമ്മൂമ്മ മാത്രമല്ല, മകന്റെ ചികിത്സയ്ക്ക് കൂടിയാണെന്നും തൻവി വെളിപ്പെടുത്തിയിരുന്നു. മകന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന്റെ ചികിത്സ കാനഡയിൽ സാധ്യമാകില്ലെന്ന് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് നാട്ടിലേക്ക് വന്നതത്രേ. ജോലി വിട്ട് നാട്ടിലേക്ക് വന്നത് അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണെന്ന തൻവിയുടെ വീഡിയോ വലിയ വിവാദമായി മാറിയിരുന്നു. സിന്ധു കൃഷ്ണയും ഭർത്താവും മക്കളും അമ്മൂമ്മയെ നോക്കുന്നില്ലെന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് വിഷയത്തിൽ വിശദീകരണവുമായി അഹാനയും രംഗത്തെത്തി. കുടുംബത്തിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണ് അമ്മൂമ്മയെന്നും പ്രായമായ ആളാണെന്ന് കരുതി പലതും ക്ഷമിച്ചെങ്കിലും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞെന്നുമായിരുന്നു അഹാനയുടെ ആരോപണം. അതിന്റെ പേരിലാണ് അമ്മൂമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നും അഹാന സ്വന്തം വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് വിഷയത്തിൽ പുതിയ വീഡിയോയുമായി തൻവി എത്തുന്നത്. അഹാനയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിട്ടെന്ന അമ്മൂമ്മയായ വസന്തയുടെ വിശദീകരണമാണ് തുടർന്ന് തൻവിയുടെ വീഡിയോയിലൂടെ എത്തിയത്. വീഡിയോ തൻവി ഡിലീറ്റ് ചെയ്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അമ്മൂമ്മയെക്കുറിച്ച് അഹാന പറഞ്ഞ കാര്യങ്ങളും അമ്മൂമ്മയുടെ പ്രതികരണവുമായിരുന്നു വീഡിയോയിലുള്ളത്. അവരുടെ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാറുണ്ട്, ഈ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങണ്ട, എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ എന്നായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. അഹാന അയച്ച മെസ്സേജുകളും തൻവി വായിച്ചിരുന്നു. അപ്പൂപ്പനെ കാണണമെങ്കിൽ ഈ സ്ത്രീയോട് അടങ്ങി നിൽക്കാൻ പറയണം എന്നൊക്കെ അമ്മു മെസ്സേജ് അയച്ചിരുന്നു. ഇനിയും നെഗറ്റീവ് പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. പിന്നെയും കമന്റുകൾ വന്നതോടെയാണ് കമന്റ് ബോക്സ് ഓഫാക്കിയത്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മൂമ്മയെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ വയ്യ. കാനഡയിൽ നിന്നും കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് കൊച്ചു വന്നത്. അപ്പൂപ്പനും കൊച്ചിനോട് ഇങ്ങോട്ടേക്ക് വരാനും ഞങ്ങളെ നോക്കണമെന്നും പറഞ്ഞിരുന്നു. അമ്മു എന്നെ എടി, ഇവളെ, അവളെ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതൊന്നും പറയാൻ വയ്യ. ഓസിയും ഇഷാനിയും ഹൻസികയും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അമ്മു തനിക്ക് അയച്ച സന്ദേശങ്ങളും അവർ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഇനി എനിക്കൊരു അമ്മൂമ്മ, അപ്പച്ചി, വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു എന്നായിരുന്നു ഒരു മെസ്സേജ്. അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്ന ആരോപണത്തിന് വസന്തയുടെ മറുപടി ഇങ്ങനെയാണ്: അപ്പൂപ്പന്റെ മൂക്കിൽ നിന്നും രക്തം വന്നു എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. മൂക്കെങ്ങാൻ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കിൽ നിന്നും രക്തം വരത്തില്ല. തെറി പറഞ്ഞ ഹോം നേഴ്സിനെ ഞാൻ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് ഹോം നേഴ്സിനെ വെച്ചാലും ഏജൻസിയിലാണ് അവർ വിളിച്ചു പറയുന്നത്. അവിടെ മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീയുണ്ട്. അവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നന്നായി പറഞ്ഞോളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞാനാണ്, ആ സ്ത്രീയല്ല. ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്താൽ ഇവർ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇത്ര മണിക്ക് ഇന്ന ആളെ വിളിച്ചു എന്ന് പറയും. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരെയാണ്. അവരെ വിളിച്ച് പരാതി പറയാറുണ്ട്. എൻ്റെ ഭർത്താവ് പോയതോടെ എനിക്ക് ആരുമില്ല, എന്നെ വിളിക്കാൻ പോലും ആരുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും അടികൂടിയാൽ നാട്ടുകാർക്കെന്താണ്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും, പിടികൂടും. അതാരും തിരക്കേണ്ട കാര്യമില്ല. 58 വർഷത്തോളം ഒന്നിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും തന്നിട്ടാണ് എൻ്റെ ഭർത്താവ് പോയത്. ഹോം നേഴ്സിന്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്തിട്ട് അഹാന പറയും, ഈ ഫ്രൂട്ട്സ് അപ്പൂപ്പന് മാത്രം കഴിക്കാനുള്ളതാണ്, ഒന്നുപോലും അമ്മൂമ്മ എടുക്കരുതെന്ന്. ഈ കാര്യം അഹാന പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞുവിടും. ആ പയ്യൻ അതുപോലെ ഇവിടെ വന്ന് പറയും. എന്തുകൊണ്ട് വന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. അപ്പൂപ്പൻ മരിച്ചതിൻ്റെ 4ന്റെ അന്ന് എനിക്ക് തന്ന ചുരിദാർ സിന്ധു തിരിച്ചെടുത്തു കൊണ്ടുപോയി. സഞ്ജയനത്തിനിടാൻ ഒരു ഡ്രസ്സ് നോക്കാൻ എൻ്റെ പെട്ടി തുറന്നപ്പോഴാണ് അവൾ അങ്ങനെ ചെയ്തത്. സിന്ധു തന്നെ വാങ്ങിത്തന്ന ഡ്രസ്സാണ് എനിക്കുള്ളത്.
അവളാണ് എനിക്ക് വാങ്ങി തരാറുള്ളത്. എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അവളുടെ ചുരിദാർ എന്റെ ഡ്രസ്സിന്റെ ഇടയിൽ പെട്ടെന്നും അവൾ ആ ചുരിദാർ എടുക്കാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഹോം നേഴ്സിന്റെ കയ്യിൽ തേക്കാൻ കൊടുത്തയച്ച ഒരു തുണി പോലും എനിക്ക് തിരികെ എത്തിച്ചു തന്നില്ല. തുണി തേക്കുന്ന അണ്ണാച്ചി തേച്ചു കഴിഞ്ഞിട്ട് സിന്ധുവിന്റെ വീട്ടിലാണ് കൊടുക്കുക. അങ്ങനെ അതും പോയി. എന്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞു അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ അവൾ വാങ്ങിത്തരാമെന്ന്. എന്നിട്ട് 5 ചുരിദാറിന്റെ തുണി വാങ്ങി തയ്ക്കാൻ കൊടുത്തു. എന്റെ ഭർത്താവിനോട് അവൾ പറയുമായിരുന്നു, ഡാഡി ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഡാഡിയെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമായിരുന്നു എന്ന്. ആ സ്ത്രീ ചാവുന്നില്ലല്ലോ എന്ന് എപ്പോഴും പറയും. ഒരു മോള് പറയേണ്ട വാചകമാണോ ഇത്? എന്റെ ഭർത്താവ് മിണ്ടാതെ ഇരുന്നത്, ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നതും ഒക്കെ അവളായിരുന്നു. പക്ഷേ ഈ ഹോം നേഴ്സിന്റെ മുൻപിൽ വെച്ച് ആള് സിന്ധുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാകില്ല എന്ന്. അവർ ഇന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് നടക്കുന്നില്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷുകാരായത്? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഊട്ടിയിലെ വുഡ് ഷെപ്പേർഡ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചതുകൊണ്ട് എന്നുമായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്.